ഖുർആൻ, ഹദീസ് എന്നിവയിലുള്ള പഠനത്തെക്കാളും ലോകത്തെ ഏറ്റവും വലിയ പഠനം പ്രവാചക പഠനമാണെന്ന് ജമിയത്തുൽ ഉലമായെ ഹിന്ദ് കേരള ജനറൽ സെക്രട്ടറി മൌലവി അലിയാർ കാസിമി പറഞ്ഞു. പള്ളിക്കൽ പഞ്ചായത്തിലെ പുത്തൂർ പള്ളിക്കൽ സലാമത്ത് നഗർ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 4 മാസക്കാലം നീണ്ടുനിന്ന ഇൻസൈറ്റ് 2024 എന്ന പേരിൽ യുവജന ശാക്തീകരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പഠന കോഴ്സിന്റെ സമാപന സമ്മേളനവും GK എടത്തനാട്ടുകരയുടെ വെളിച്ചമാണ് തിരുദൂതർ എന്ന പുസ്തക പ്രകാശനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവാചക ചരിത്രം പഠിക്കാതെയാണ് ഖുർആനും ഹദീസും പഠിക്കുന്നതെങ്കിൽ അത് ഒരുപാട് സംശയങ്ങൾക്കിടയാക്കും. ഏത് സാഹചര്യത്തിലും ഏത് ചരിത്ര പശ്ചാത്തലത്തിലാണ് ഖുർആന്റെ ഓരോ ആയത്തുകളും ഇറങ്ങിയതെന്നറിയാതെ ഖുർആന്റെ അക്ഷരങ്ങളിലൂടെ മാത്രം ഒരുപക്ഷെ നാം സഞ്ചരിച്ചു പോകുമ്പോൾ ഓരോ അക്ഷരങ്ങൾക്കും സവിശേഷമായ ഒരു പശ്ചാത്തലത്തിന്റെ ഒരു സമുദ്രം തന്നെ അതിന് പിന്നിലുണ്ടാകുമെന്ന് നാം അറിയണം. അതുകൊണ്ട് ആ വിശുദ്ധമായ ഖുർആൻ ലോകത്തിന് പരിചയപ്പെടുത്തിയ പ്രവാചകന്റെ ചരിത്രം അറിയാൻ നാം ആദ്യം ശ്രമിക്കണം. പ്രവാചകന്റെ ജീവിതത്തോട് മുട്ടിയുരുമിയും പ്രവാചക ജീവിതത്തിൽ സംഭവിച്ച ഓരോ സംഭവങ്ങളും ചേർത്തുവെച്ചും ഈ ലോകത്ത് പരിശുദ്ധമായ ഖുർആൻ മാനവരാശിക്ക് കൃത്യമായ സന്ദേശം കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിലെ ഓരോ ആയത്തുകളും ദൈവിക വചനങ്ങൾ അങ്ങനെ തന്നെ അക്ഷരങ്ങളായി നമുക്ക് മുന്നിലെത്തുമ്പോൾ ഈ ആയത്തുകൾ സൂക്തങ്ങളും ഏത് പശ്ചാത്തലത്തിൽ ഇറങ്ങിയതാണെന്നറിയാത്തവർക്ക് ഖുർആന്റെ ആയത്തുകളിൽ സംശയങ്ങളുണ്ടാക്കുമെന്നും ആ സംശയങ്ങൾ ശത്രുക്കളെ സൃഷ്ടിക്കാനിടയാക്കുമെന്നും അതിനാൽ ആദ്യം പ്രവാചകനെ പഠിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇവിടെ ബഹുമാന്യനായ GK പരിചയപ്പെടുത്തുന്ന ഈ പുസ്തകം പ്രവാചകാധ്യാപനങ്ങളാണ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. പ്രവാചകനെ പഠിക്കുക എന്നതിന്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ലോകത്തെ ഏറ്റവും വലിയ പഠനം പ്രവാചക പഠനമാണ്. അപ്പൊ ഖുർആൻ പഠനമല്ലേ നിങ്ങൾ ചോദിക്കും. ഞാൻ പറയുന്നു അല്ല. ഹദീസ് പഠനമല്ലേ നിങ്ങൾ ചോദിക്കും. ഞാൻ പറയുന്നു അല്ല. ഖുർആൻ പഠനത്തിനും അതുപോലെ തന്നെ പ്രവാചക അധ്യാപനങ്ങളുടെ സമുച്ചയമായ ഹദീസ് പഠനത്തിനും മുമ്പേ നിങ്ങൾ പ്രവാചക ചരിത്രം പഠിക്കാതെയാണ് പഠിക്കുന്നതെങ്കിൽ ആ ഖുർആൻ നിങ്ങളിൽ ഒരുപാട് സംശയങ്ങൾ സൃഷ്ടിക്കും. ഹദീസുകൾ ഒരുപാട് സംശയങ്ങൾ സൃഷ്ടിക്കും. ഏത് സാഹചര്യത്തിലാണ്, ഏത് ചരിത്ര പശ്ചാത്തലത്തിലാണ് ഖുർആനിന്റെ ഒരു ആയത്തിറങ്ങിയതെന്നറിയാതെ ഖുർആനിന്റെ അക്ഷരങ്ങളിലൂടെ മാത്രം നമ്മൾ ഒരുപക്ഷെ സഞ്ചരിച്ചു പോകുമ്പോ ഖുർആനിന്റെ ഓരോ അക്ഷരങ്ങൾക്കും സവിശേഷമായ ഒരു പശ്ചാത്തലത്തിന്റെ ഒരു സമുദ്രം തന്നെ അതിന്റെ പിന്നിലുണ്ട്. അതൊന്നും അറിയാതെ അത് അറിയുക എന്ന് പറഞ്ഞാൽ ആ വിശുദ്ധമായ ഖുർആനെ ഈ ലോകത്ത് പരിചയപ്പെടുത്തിയ പ്രവാചകന്റെ ചരിത്രം അറിയുക എന്നാണ്. പ്രവാചകന്റെ ജീവിതത്തോട് മുട്ടിയുരുമ്മി പ്രവാചക ജീവിതത്തിൽ സംഭവിച്ചു വന്ന ഓരോ സംഭവങ്ങളോട് ഒട്ടി ഈ ലോകത്ത് വിശുദ്ധമായ ഖുർആൻ മാനവരാശിക്ക് കൃത്യമായ സന്ദേശങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഓരോ ആയത്തുകളും ദൈവിക വചനങ്ങൾ അങ്ങനെ തന്നെ അക്ഷരങ്ങളായി നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഈ ആയാത്തുകൾ, ഈ സൂക്തങ്ങൾ ഏത് പശ്ചാത്തലത്തിൽ ഇറങ്ങി എന്നറിയാത്ത ഒരാൾക്ക് ഖുർആനിന്റെ ആയത്തിൽ പലപ്പോഴും സംശയം ഉണ്ടാകും. ആ സംശയമാണ് യഥാർത്ഥത്തിൽ ശത്രുക്കൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴ്സ് പൂർത്തീകരിച്ചവർക്കായി സംഘടിപ്പിച്ച മെഗാ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ഉന്നത വിജയികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണവും ഉപഹാര സമർപ്പണവും അദ്ദേഹം നിർവഹിച്ചു. NKM പൂക്കോയ തങ്ങൾ, PC സൈതാലിക്കുട്ടി മാസ്റ്റർ എന്നിവരുടെ പേരിലുള്ള എൻഡോവ്മെന്റ് നൽകിയാണ് വിജയികളെ അനുമോദിച്ചത്. സലാമത്ത് നഗർ മഹലിന് കീഴിൽ വിവിധ കലാലയങ്ങളിൽ ഹൈസ്കൂൾ മുതൽ കോളേജ് തലം വരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളിൽ ഇസ്ലാമിക അടിത്തറയുണ്ടാക്കുകയെന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇത്തരത്തിലൊരു കോഴ്സ് സംഘടിപ്പിച്ചത്. ലിബറലിസത്തിന്റെ കാലത്ത് ദീനീ മൂല്യങ്ങൾ അഭിമാനപൂർവ്വം ഉയർത്തിപ്പിടിക്കുന്നതിന് അവരെ പ്രാപ്തരാക്കാൻ ഉതകും വിധമാണ് ഈ കോഴ്സ് വിഭാവനം ചെയ്യപ്പെട്ടത്. DICT ചെയർമാൻ PC അബ്ദുൽ മജീദ് മാസ്റ്റർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. KM സഫ്വ ഖിറാഅത്ത് നടത്തി. ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൌസ് അസിസ്റ്റന്റ് ഡയറക്ടർ KT ഹുസൈൻ പുസ്തകം പരിചയപ്പെടുത്തി സംസാരിച്ചു. ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ മുൻ പ്രസിഡന്റ് A അബ്ദുള്ള ചേലന്നൂർ പുസ്തകം ഏറ്റുവാങ്ങി. ഉസ്താദ് അലിയാർ ഖാസിമിയുടെ കൈകളാൽ ഈ പുസ്തകങ്ങളുടെ പ്രകാശനമായിരിക്കുന്നു, ഏറ്റുവാങ്ങിയിരിക്കുന്നു. നമ്മുടെ മുൻ മഹല്ല് പ്രസിഡന്റ്, ജമാഅത്തെ ഇസ്ലാമി മുൻ ജില്ലാ പ്രസിഡന്റ് അബ്ദുള്ള സാഹിബ് ചേലന്നൂർ. NKM PCS അനുസ്മരണ പ്രഭാഷണം ജമാഅത്തെ ഇസ്ലാമി മുൻ സംസ്ഥാന സെക്രട്ടറി അവറു മാസ്റ്റർ നിർവഹിച്ചു.
മഹല്ല് പ്രസിഡന്റ് PK അബ്ദുസലാം മാസ്റ്റർ, AT നാസർ മാസ്റ്റർ, P മൊയ്തീൻ കോയ മൌലവി, NKM ഷൌക്കത്ത്, PC അബ്ദുൽ ഹക്കീം, KVM കോയ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു.